നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റിലെ മനോഹരമായ ഒരാഴ്ചയും കൂടി ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ അറിയാനുണ്ട്. RBIയുടെ മോണിറ്ററി പോളിസി ഇന്ന് രാവിലെ 10 മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ദെൻ നോക്കുകയാണെങ്കിൽ TCSന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ US ജോബ്സ് ഡാറ്റ വന്നിട്ടുണ്ട്. കൂടാതെ മറ്റ് പല ന്യൂസുകളും നമുക്ക് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നിഫ്റ്റി ഇന്ന് 17,900 മുകളിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. 18,000 എന്നുള്ള ഒരു എവർ ടൈം ഹൈ ഈ മാസം നിഫ്റ്റി പൊട്ടിക്കോ എന്ന് നമുക്കറിയണം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നമുക്കുണ്ട്. അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നടന്നിട്ടുള്ള മനോഹരമായ മറ്റ് പല ന്യൂസുകളെ കുറിച്ച് നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കും. ദെൻ നമുക്ക് നോക്കി വെക്കേണ്ട സ്റ്റോക്കുകളെ കുറിച്ചും ഏതൊക്കെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് ഒരു പ്രോഫിറ്റ് കിട്ടാൻ സാധ്യത ഉള്ളത് എന്നതിനെ കുറിച്ചെല്ലാം നമ്മൾ പരിശോധിക്കുക. അപ്പോൾ ഇതെല്ലാം അറിയണമെങ്കിൽ എപ്പോഴത്തെ പോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ദിവസവും ഉള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ അല്ലെങ്കിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഇറ്റ്സ് IB എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ വീഡിയോസ് തുടക്കത്തിൽ തന്നെ ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക. ഒട്ടും തന്നെ വൈകണ്ട, ഇറ്റ്സ് IB എന്ന നമ്മുടെ ചാനലിലെ ഷോ ആഫ്റ്റർ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഇറ്റ്സ് മീ ഐസക് ബേബേ. ഇന്നത്തെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു സ്റ്റോക്കിനെ കുറിച്ച് പരിശോധിക്കാം. നമ്മുടെ റിലയൻസ് ഇന്ന് അതിഭീകരമായുള്ള പെർഫോമൻസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കാണിച്ചിട്ടുള്ളത്. ഏതാണ്ട് 4% അടുത്ത് വരെ ഇന്ന് നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് മാത്രമല്ല, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ആദ്യമായിട്ട് ഒരു സ്റ്റോക്ക് 18 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ അതും നമുക്ക് അഭിമാനിക്കാം. അപ്പൊ നമ്മുടെ റിലയൻസിന് അങ്ങനെ ഒരു ന്യൂസ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാനുണ്ടായി. ദെൻ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസിനെ കുറിച്ച് ഒന്ന് പരിശോധിക്കാം. നല്ലൊരു ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടാണ് നിഫ്റ്റി ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 17,891 എന്ന് പറയുന്ന റേഞ്ചിൽ ഗ്യാപ്പ് അപ്പിൽ സ്റ്റാർട്ട് ചെയ്തു. ദെൻ 17,900 ക്രോസ് ചെയ്ത് ഓൾ ടൈം ഹൈഡ് അവിടെ വരെ എത്തിയില്ലെങ്കിലും ദെൻ ആ ഒരു റേഞ്ചിന്റെ അടുത്ത് വന്ന് അവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് ഇറങ്ങുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ദെൻ ഒരു 100 പോയിന്റ്സിന്റെ ഉള്ളിലുള്ള ട്രേഡിംഗ് ആയിരുന്നു ഇന്ന് മേജർ ആയിട്ട് നിഫ്റ്റിക്ക് ഇന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നോക്കുമ്പോൾ 17,895 എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 104 പോയിന്റ്സ് അപ്പായിട്ട് 0.59% നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റിയിലും ഇതേപോലെ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ആണ് നമ്മൾ കണ്ടത്. ഓപ്പൺ ചെയ്ത് 37,938 എന്ന് പറയുന്ന റേഞ്ചിൽ ദെൻ 38,000 ക്രോസ് ചെയ്ത് 38,100 അതായത് ആ റേഞ്ചിൽ നല്ലൊരു റെസിസ്റ്റൻസ് എടുത്തു. കഴിഞ്ഞ 3 ആഴ്ചയിൽ ഇത് 4ാമത്തെ പ്രാവശ്യമാണ് 38,100 എന്ന് പറയുന്ന റേഞ്ചിൽ ബാങ്ക് നിഫ്റ്റി റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് പോകുന്നത്. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ കൂടി ഞാൻ പറയാം. ഇതിനെയാണ് നമ്മൾ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. മാർക്കറ്റിൽ ഉണ്ടാവുന്ന പ്രൈസ് ആക്ഷൻ, അതായത് ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു ലെവൽസിന് മുമ്പ് മാർക്കറ്റ് ആ സെയിം ലെവൽസിൽ വന്നപ്പോൾ ഒരു പക്ഷെ അവിടെ നിന്ന് റിജക്ഷനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ബ്രേക്ക് ഔട്ടോ തന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അതേ ലെവൽസിൽ വന്നിട്ട് ആ ഒരു ആക്ഷൻ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അത് സ്റ്റോക്കിനായാലും ശരി, ഇൻഡെക്സിനായാലും ശരി. അപ്പോൾ ഈ ഒരു പോയിന്റ് മനസ്സിലാക്കുന്നത് നമ്മൾ ഓരോ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴും ബ്ലൈൻഡ് ആയിട്ട് വെറുതെ എൻ്റർ ചെയ്ത് നമ്മുടെ പൈസ കളയാതിരിക്കാൻ സഹായിക്കും. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് ഈ സ്റ്റോക്ക് താഴോട്ട് ഇറങ്ങും, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ആ സ്റ്റോക്ക് മുകളിലോട്ട് കയറുമെന്ന്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു ബേസിക് പ്രൈസ് ആക്ഷൻ മൂവ്മെന്റ്സ് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് അവെയർ ചെയ്യുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റ്സ് ആണ്. അപ്പൊ ബാങ്ക് നിഫ്റ്റിക്ക് ഇന്ന് കാര്യമായിട്ടുള്ള വലിയ മൂവ്മെന്റ്സ് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. നോക്കുമ്പോൾ വെറും 22 പോയിന്റ്സ് അപ്പായിട്ട് 37,775 എന്നുള്ള റേഞ്ചിൽ ക്ലോസ് ചെയ്ത് 0.06% അപ്പായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയിലെ സെക്ടേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. നോക്കുമ്പോൾ നിഫ്റ്റി IT ഇന്ന് 1.96% അപ്പായിരുന്നു. ദെൻ PSU ബാങ്ക് 1.65% അപ്പായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല റാലി തന്നിരുന്ന റിയൽറ്റി സെക്ടേഴ്സ് ഇന്നൊരു കറക്ഷൻ സോണിലാണ് നമ്മൾ കണ്ടത്. നോക്കുമ്പോൾ 2.2% നെഗറ്റീവ് ആയിട്ടാണ് റിയൽറ്റി സെക്ടേഴ്സ് നിന്നത്. IT സെക്ടേഴ്സിലേക്ക് നോക്കുമ്പോൾ ITയുടെ ക്വാർട്ടർ സെക്കൻഡ് സീസൺ റിസൾട്ടുകൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം നമ്മുടെ TCSന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. റിസൾട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിനേക്കാളും ഏതാണ്ട് 6 to 7% അപ്പായിട്ടാണ് TCS അവരുടെ പ്രോഫിറ്റ്സ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നല്ലൊരു ന്യൂസ് തന്നെയാണ്. പക്ഷെ കാര്യമായിട്ടുള്ള പെർസെന്റേജ് അപ്പായിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണെങ്കിലും മാർക്കറ്റിനെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് തന്നെയാണ് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ദെൻ IT സെക്ടേഴ്സിലേക്ക് അപ്പോൾ ഇന്ന് TCSന്റെ റിസൾട്ട് വരും എന്നുള്ളത് കൊണ്ട് തന്നെ IT സ്റ്റോക്കുകൾ നന്നായിട്ട് പെർഫോം ചെയ്തു.
TCS തന്നെ 1.1% അപ്പായി, ദെൻ വിപ്രോ 2.8%, ഇൻഫോസിസ് 1.9%, ടെക്കം ഏതാണ്ട് 1.6, HCL ടെക് 1.2. അതേപോലെ തന്നെ മിഡ് ക്യാപ് സെക്ടേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ മൈൻട്രി 4.5, കോഫോർജ് 3.6, LTI 3.5, LTTS 2% വീതമാണ് ഇന്ന് അപ്പായിട്ടുണ്ടായിരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, അതായത് ഫോർഡ് ചെന്നൈ പ്ലാന്റ് ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ള ന്യൂസ്. ടാറ്റയുടെ സ്റ്റോക്ക് ഇന്നലെ അപ്പായിരുന്നു. ഇന്ന് വേറൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, അതായത് പ്രൈവറ്റ് ഇക്വിറ്റി ഗ്രൂപ്പ് ആയിട്ടുള്ള TPG എന്ന് പറയുന്ന ഗ്രൂപ്പ് ടാറ്റയിലേക്ക് ഏതാണ്ട് 7400 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇലക്ട്രിക് വെഹിക്കിൾസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ടാറ്റ മോട്ടോഴ്സിന് അത് വളരെ ഒരു വലിയ ഗുഡ് ന്യൂസ് തന്നെയാണ്. ഇന്ന് 1.7% ആണ് സ്റ്റോക്ക് അപ്പായിട്ടുണ്ടായിരുന്നത്. ദെൻ നമുക്ക് ടയർ സ്റ്റോക്കുകളിൽ ഇന്ന് നല്ലൊരു പെർഫോമൻസ് കാണാൻ സാധിച്ചു. നോക്കുമ്പോൾ MRF ഇന്ന് 5.6%, അപ്പോളോ 2.7, JK ടയർ 1.9, ദെൻ സിയ ടയേഴ്സ് 1.2% വീതം അപ്പായിട്ടാണ് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ കാണുന്നത്. ബാങ്കിങ് സ്റ്റോക്കുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ബന്ധൻ ബാങ്ക് തുടർച്ചയായിട്ട് 6ാമത്തെ ദിവസവും ബ്രേക്ക് ഔട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നോക്കുമ്പോൾ സ്റ്റോക്ക് ഇന്ന് 5.2% വീതം അപ്പായി, തുടർന്നും ആ ബ്രേക്ക് ഔട്ട് കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പൊ ബന്ധൻ ബാങ്ക് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ എപ്പോഴും നമ്മുടെ റഡാറിലുള്ള കുറച്ച് സ്റ്റോക്കുകൾ ഇന്നും നല്ല പെർഫോമൻസ് ആയിരുന്നു. അതായത് BSE ഇന്ന് 6.8% അപ്പായി, ദെൻ IEX 8.6% അപ്പായിട്ടുണ്ടായിരുന്നു, CDSL 4.7, ദെൻ MCX 5.8%. ഞാൻ വീണ്ടും നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു, IEX സ്റ്റോക്ക് ഒന്നുകൂടി നോക്കി വെക്കുക. IEXലേക്ക് എൻട്രി എടുക്കാവുന്ന, ഇപ്പോഴും എൻട്രി എടുക്കാനുള്ള നല്ല ഓപ്ഷൻസ് ഉണ്ട്. കാരണം ചില റിപ്പോർട്ടുകൾ കാണിക്കുന്ന ഫ്യൂച്ചറിലേക്ക് IEXലേക്ക് നല്ല ബ്രേക്ക് ഔട്ട്, കുറച്ചുകൂടി പ്രൈസ് റേഞ്ച് കൂടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. IEXും ഞാൻ നല്ല രീതിയിൽ നോക്കി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പേഴ്സണലി പറയുന്ന സ്റ്റോക്കാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. എൻട്രി എടുക്കാൻ സാധിക്കുന്നവർ ധൈര്യമായിട്ട് എൻട്രി എടുത്തോളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എൻ്റെ അഭിപ്രായം മാത്രം കേട്ട് എൻട്രി എടുക്കണമെന്ന് ഞാൻ ആരോടും പറയില്ല. നിങ്ങൾ ചാർട്ടുകൾ പഠിക്കാൻ, നിങ്ങളുടെ ഇൻഫർമേഷനും കൂടി കാൽക്കുലേഷനും കൂടി വെച്ചിട്ട് ഒന്ന് സ്റ്റോക്കിൽ എൻട്രി എടുക്കുക. പക്ഷേ എനർജി സെക്ടേഴ്സിലേക്കുള്ള ഒരു എൻട്രി നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് നല്ലൊരു പ്രോഫിറ്റ് ആയിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെമിക്കൽ സ്റ്റോക്കുകളിൽ നല്ലൊരു ബ്രേക്ക് ഔട്ടിന് സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, ചൈനയിൽ കോസ്റ്റിക് സോഡയുടെ പ്രൈസ് ഏതാണ്ട് 10% ഹൈപ്പ് വന്നു എന്നുള്ളത്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഗുജറാത്ത് ആൽക്കലി എന്ന് പറയുന്ന സ്റ്റോക്കിന് 2.4% അപ്പായിട്ടാണ് മാർക്കറ്റിൽ കണ്ടത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കെമിക്കൽ സ്റ്റോക്കുകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്തു, അതും നിങ്ങൾക്ക് നല്ലൊരു ഷോർട്ട് ടൈം എൻട്രി ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ മൊണോപ്പൊളി സ്റ്റോക്ക് ആയിട്ടുള്ള IRCTC എന്ന് നോക്കുകയാണെങ്കിൽ മറ്റൊരു 4% ഇൻക്രീസ്, 4% 3.9% ആണ് ഇൻക്രീസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ IRCTCയിൽ ഇപ്പോൾ കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് അതിഭീകരമായിട്ടുള്ള റാലിയാണ്. ഇപ്പോൾ കോവിഡ് റെസ്ട്രിക്ഷൻസ് കുറയുന്നതിന്റെ ഈ സമയത്ത് കൂടുതൽ ഹൈപ്പ് നമുക്ക് IRCTCയിലേക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മുടെ പിരാമിഡ് ഇൻഡസ്ട്രീസിൽ നല്ലൊരു ഹൈപ്പ് ഉണ്ടായി, പക്ഷെ ഇന്ന് നമുക്ക് നല്ലൊരു കറക്ഷൻ ആണ് കാണാൻ സാധിച്ചത്. സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് വേണം വിചാരിക്കാൻ. നോക്കുമ്പോൾ ഒരു 5% സ്റ്റോക്ക് ഇന്ന് ഡൗൺ ആയിരുന്നു. പിന്നെ ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിൽ ഇന്ന് ചെറിയൊരു ഡിപ്പ് ഇൻട്രാഡേ സംഭവിച്ചെങ്കിലും വൈകുന്നേരം ആയപ്പോഴേക്കും ആ ഡിപ്പുകളെല്ലാം നെഗറ്റീവ് മുകളിലോട്ട് കയറുന്ന ഒരു സീനാണ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. പിന്നെ റിയൽറ്റി സെക്ടേഴ്സ് നമ്മൾ പറഞ്ഞു നല്ല രീതിയിൽ ഇന്ന് ഡൗൺ ആയിരുന്നു. നോക്കുമ്പോൾ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 4.7%, അതുപോലെ തന്നെ ശോഭ 3.5, ഒബ്രോയ് 2.1, ഫീനിക്സ് 2.4% വീതം ഇന്ന് ഡൗൺ ആയിരുന്നു. പക്ഷെ അതിൽ ലോധ എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് മാത്രം, LODH, ആ സ്റ്റോക്ക് മാത്രമാണ് ഇന്ന് പെർഫോം ചെയ്തത്, ഏതാണ്ട് 3.6% അപ്പായിരുന്നു. ഇനി നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് വാട്ട്സ് നെക്സ്റ്റ് എന്നാണ്. അതായത് അടുത്ത ദിവസം മാർക്കറ്റിൽ എന്തൊക്കെ സംഭവ വികാസങ്ങൾ സംഭവിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിനെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം എന്നുള്ളത്. അതിനു മുമ്പ് ഇന്നത്തെ മേജർ ഡാറ്റകളെ കുറിച്ച് കുറച്ച് ഷെയർ ചെയ്യാനുണ്ട്. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞ റിലയൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും വലിയൊരു മാർക്കറ്റ് ക്യാപ്പിലേക്ക് എത്തിയ ഒരു സ്റ്റോക്ക് ആയിരുന്നു, ഒരു ഗുഡ് ന്യൂസ് ആണ്. എനർജി സ്റ്റോക്കുകൾ നല്ലൊരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എനർജി സ്റ്റോക്കുകൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. പിന്നെ നോക്കുകയാണെങ്കിൽ RBIയുടെ മോണിറ്ററി പോളിസി വന്നിട്ടുണ്ടായിരുന്നു. മോണിറ്ററി പോളിസി കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല, ഒരു നോൺ ഇവന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ അവർ പറഞ്ഞത് ഇപ്പൊ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും എന്നാണ്. അപ്പോൾ അത് നിലവിൽ സ്റ്റോക്ക് മാർക്കറ്റിന് അതിന് ചലനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിന്റെ ഡാറ്റ വന്നിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചുള്ള ഡാറ്റ, അത് കഴിഞ്ഞ മാസത്തേക്കാളും കുറച്ച് കുറവ് കാണിച്ചിട്ടുണ്ടെങ്കിലും നല്ലൊരു എമൗണ്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻഫ്ലോ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ട്സുകൾ പറയുന്നത്.
അപ്പൊ മ്യൂച്വൽ ഫണ്ട് ഡാറ്റാസും നമുക്ക് ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ് തരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ US ജോബ്സ് ഡാറ്റ വന്നിട്ടുണ്ടായിരുന്നു. അത് വിചാരിച്ചതിനേക്കാൾ, അതായത് 5 ലക്ഷത്തോളം ഡാറ്റ എക്സ്ട്രാ ആഡ് ചെയ്യും എന്ന് വിചാരിച്ചതിൽ ഏതാണ്ട് 1 ലക്ഷത്തിൽ ചില്ലുവാനും ജോബ്സ് മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് മേജർലി വലിയൊരു ഡിസപ്പോയിന്റിങ് ന്യൂസ് ആണ്. എങ്കിലും US മാർക്കറ്റിൽ ഇതിന്റെ ഒരു ഇഫക്റ്റ് കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല ഇതുവരെ. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പൊ നാളെ മറ്റന്നാളത്തെ ട്രേഡിങ്, അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ തിങ്കളാഴ്ച നമ്മുടെ മാർക്കറ്റിന്റെ സിറ്റുവേഷൻസ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിലയിരുത്താൻ പറ്റുള്ളൂ. എനിവേസ് ഒക്ടോബർ മാസം സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ബൂം പീരീഡ് അല്ലെങ്കിൽ നല്ലൊരു പ്ലസന്റ് കാലാവസ്ഥ തരുന്ന ഒരു മാസം. പല കാരണങ്ങളുണ്ട്. അതിൽ മേജർ ആയിട്ടുള്ള ഒരു ലോജിക്ക് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. അതായത് നമ്മുടെ രാജ്യത്ത് നോർത്തിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ളത്. ശരിയല്ലേ? നമ്മളൊക്കെ വളരെ കുറവ് പെർസെന്റേജ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. അപ്പൊ നോർത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസം അവരുടെ വലിയ ആഘോഷങ്ങളുടെ ഒരു മാസമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകൾ കൂടുതൽ പർച്ചേസിംഗിലേക്ക് വരും, അല്ലെ? പല പല ബോണസുകൾ അവർക്ക് ഒരു പക്ഷെ കിട്ടും. അപ്പൊ ആളുകളുടെ പർച്ചേസിംഗ് പവർ കൂടുന്നതനുസരിച്ച് ആളുകൾ പ്രോഡക്ട്സ് കൂടുതൽ പർച്ചേസിംഗ് വരും. അതേപോലെ തന്നെ ആ പർച്ചേസിംഗ് വരുമ്പോൾ ആ കമ്പനികൾക്ക് അത് നല്ലൊരു ബൂം പീരീഡ്, നല്ല നമ്പേഴ്സ് അവരുടെ റിപ്പോർട്ട്സിലേക്ക് വരും. സ്വാഭാവികമായിട്ട് സ്റ്റോക്കുകളുടെ പ്രൈസും മുകളിലേക്ക് കയറും. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ടിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ടൈമാണ് ഒക്ടോബർ മാസം എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ടുകൾ നമുക്ക് നല്ലതാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് ആണ് കാണാൻ സാധിക്കുക, പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് മിക്ക സ്റ്റോക്കുകളും തന്നെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് തരാനാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ടും ഒക്ടോബർ മാസം നമുക്ക് നല്ലൊരു പ്രതീക്ഷയുള്ള ഒരു മാസം തന്നെയാണ്. എനിവേ തിങ്കളാഴ്ച നിഫ്റ്റി ഓൾ ടൈം ഹൈ ഭേദിക്കോ എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ കാണാം. എന്തായാലും ഒക്ടോബർ മാസത്തേക്ക് നമുക്ക് ഒരുപാട് നല്ല സ്റ്റോക്കുകളിലേക്ക് ഫോക്കസ് ചെയ്യാനുണ്ട്. ആ സ്റ്റോക്കുകൾ ഓൾറെഡി നമ്മുടെ എല്ലാ ഷോയിലും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇന്നത്തെ ഷോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ആ സ്റ്റോക്കുകൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. ആ സ്റ്റോക്കുകളിലേക്ക് പരമാവധി എൻട്രി എടുക്കാൻ ശ്രമിക്കുക. നല്ല സ്വിംഗ് ട്രേഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടിയേക്കാം. അപ്പൊ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് പരമാവധി ക്യാപിറ്റലൈസ് ചെയ്യുക. ഇനി ഓപ്പർച്യൂണിറ്റീസ് മിസ്സായി പോയി എന്ന് വെച്ച് വിഷമിക്കേണ്ട. അതിനാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇവിടെ ഉള്ളത്. എങ്ങും പോകുന്നില്ല. എല്ലാ ദിവസവും നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അതും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പൊ എല്ലാ ദിവസത്തെയും ഓപ്പർച്യൂണിറ്റികളെ കുറിച്ചും ന്യൂസുകളെ കുറിച്ചും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും